നോമ്പുകാരെന്ന് പറഞ്ഞ് നോമ്പ് നോറ്റ് ടൈം പാസിന് വേണ്ടി നാം മൊബൈലെടുത്ത് ഗെയിം കളിച്ചിരിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ അപ്പുറം ഒരു സ്ഥലത്ത് ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല. പെണ്ണുങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. രാവിലെ സുബഹി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ചവരെ വേറെ പണിയൊന്നുമില്ല. അപ്പോ അതുവരെ ഇങ്ങനെ ഈ വാട്സപ്പ് കൊണ്ട് ഇങ്ങനെ അപ്പുറം നോക്കിയിട്ട് എല്ലാവരുടെ കയ്യിലും ഈ സപ്പ് കൊണ്ടുള്ള ഹലാക്ക് ചെറുതല്ല. വളരെ പ്രയാസകരമായ വിഷമകരമായ അവസ്ഥകൾ വാട്സപ്പ് കാരണം അനുഭവപ്പെടുന്നത് പലവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖൈറിന്റെ അഹ്ലുകാർ അതിനെ ഖൈറായ നിലക്ക് ഉപയോഗിക്കും. കൂടുതൽ ആളുകൾക്കും അത് പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മറക്കാതിരിക്കുക. അത് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തി കാലാകാലം കത്തിജ്വലിക്കുന്ന നരകക്കുഴിയിൽ തളർത്തിയിടാൻ വാട്സപ്പിന്റെ ദുരുപയോഗം കാരണമാകുമെന്ന് സഹോദരിമാരെ നാം കരുതിയിരിക്കുക. അങ്ങനെ ഒന്നും സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ ഗീബത്ത് പറഞ്ഞിരിക്കുക, അവന്റെ ഇവന്റെ കുറവ് പറയുക. അല്ലേ, ഒരാളിൽ എന്തൊക്കെ കുറവുണ്ട്, കുറവ് എന്തെല്ലാം ഉണ്ട്, അത് നോക്കിയിട്ട് ചോയ്ന്ന് അന്വേഷിക്കാൻ നോക്കുക. അതൊന്നും മനുഷ്യന് പറ്റൂല. മഹാന്മാര് ചോദിക്ക, നീ നിന്റെ പോരായ്മ ഒന്ന് പരിശോധിക്കും. ഖബലൽ ഐബി ഉയറക്ക, മറ്റൊരു തന്റെ പോരായ്മ കണ്ടെത്തുന്നതിന് മുമ്പ്. എന്നിട്ട് ഖുല്ലി മിനന്നാസി മിൻ ഐബിൻ ലഹു സലിമാ, ഒരു കുറവില്ലാത്ത ഒരാളെ പറഞ്ഞു തരാൻ പറ്റുമോ? മഅസൂമികളായ അമ്പിയാക്കൾ, മഹ്ഫൂദീകളായ ഔലിയാക്കൾ, അവരൊഴികെ കുറവില്ലാത്ത മനുഷ്യന്മാരെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരാളെയും കുറ്റും കുറവും പറഞ്ഞു നടക്കണ്ട. വലാ തകുൻ ഗദ്ബാബിൻ ബിൽ ജുറൂഹി വഖഅ ദൂന സിഹാഹി മിനൽ അഅളാഇ മുസ്തലിമാ. വലാ തകുൻ ഗദ്ബാബ്, ഈച്ചനെ പോലാകരുത് നീ. ഈച്ചന്റെ സ്വഭാവം ദുർഗന്ധമുള്ള ചീഞ്ഞ നാറുന്ന സ്ഥലത്ത് ഈച്ച പാറിപ്പറന്നെത്തുന്നത് പോലെ ഒരു മനുഷ്യ ജീവിതത്തിലെ നന്മകളൊന്നും കാണാതെ തിന്മ എന്തുണ്ടെന്ന് അന്വേഷിച്ച്, ഒന്നുമില്ല ഇല്ലെങ്കിൽ തന്നെ എന്തുണ്ടെന്ന് അന്വേഷിക്കാൻ പിറകോടി നടക്കുന്നത് അത് മനുഷ്യ സ്വഭാവമല്ല, അത് പ്രാണിയായ ഈച്ചയുടെ സ്വഭാവമാണെന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ, സൂഫിയാക്കൾ നമ്മോട് പറയുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുർആൻ പറയുന്നു, നബിയെ തങ്ങൾ ജനങ്ങളോട് പറയണം, നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യണം. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹ്മഹുല്ലാഹ് തഫ്സീറുൽ കബീറിൽ ധാരാളം എഴുതി വെച്ചിട്ടുണ്ട് ഫത്തബിഊനി. ഇമാം ഖുർത്തുബി എഴുതി, ഇമാം തബരി എഴുതി. അത് പറയാൻ സമയമില്ല. ഏതായിരുന്നാലും തങ്ങളുടെ സ്വഭാവം, തങ്ങളെ പിന്തുടരാനാണ് ഖുർആൻ പറഞ്ഞത്. പ്രാണികളെ, ഈച്ചനെ പിന്തുടരാനല്ല മനുഷ്യനോട് പറഞ്ഞത്. തങ്ങളുടെ സ്വഭാവം ഇങ്ങനെ. മഹദി ആയിഷ ബീവിയോട് ഒരാൾ വന്ന് ചോദിച്ചു, യാ ആയിഷ, ഓ ബീബി ആയിഷ, കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? ഖാലത്ത്, മഹദിയുടെ മറുപടി വന്നു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഹബീബിന്റെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അത് മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ആ വലിയ സ്ഥാനത്തിന്റെ ഉടമ ഒരാളെയും വിഷമിപ്പിക്കുന്ന വാക്ക് പറഞ്ഞില്ല. കൊല ചെയ്യാൻ വേണ്ടി വന്ന ശത്രുക്കളെ മുഖത്ത് നോക്കി അവിടത്തെ തപസ്സുമങ്ങ് പുഞ്ചിരി അങ്ങ് കണ്ടപ്പോൾ, ശത്രു അതാ തളർന്നപ്പോൾ, കയ്യിലുള്ള വാള് ഭൂമിയിലേക്ക് വീണപ്പോൾ ആ വാള് കയ്യിലേന്തിയിട്ട് സംസാരിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഫ്വ ചെയ്തില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ബറക്കത്ത് കൊണ്ട് ദ്വാരന്ന് ഹബീബിന്റെ ഹളറത്തിൽ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തിയില്ലേ?
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ റഹ്മത്തുൽ ആലമീനായ തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് വേണ്ടി പ്രത്യേകമായി അല്ലാഹു കനിഞ്ഞരുളിയ പരിശുദ്ധ റമളാനു ശരീഫ് വറമളാനു ശഹ്റു ഉമ്മത്തി. റമളാൻ മാസം എന്റെ ഉമ്മത്തിന്റെ മാസമെന്ന് ഹബീബ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ റമളാനിലെ നോമ്പനുഷ്ഠാനം നിർവഹിച്ച് നോമ്പിന്റെ നന്മ, നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുന്ന, നോമ്പ് നിഷ്ഫലമാകുന്ന ഒരു ഈബത്തും നമീമത്തും വേണ്ട. ഈബത്ത് പറയണ്ട. റമളാനിലെ നോമ്പ് വെച്ചിട്ട് അവനിവനും പറയണ്ട. റമളാൻ അല്ലാത്തപ്പോഴും പറയണ്ട. ഈ പരിശുദ്ധ ശഅബാനിൽ ഓരോ ശരീരങ്ങളും ഖൽബിൽ ഉറപ്പിച്ചു വെക്കുക, ഇനി എന്റെ ജീവിതത്തിൽ റബ്ബേ നീ പൊരുത്തപ്പെടാത്തൊരു വാക്ക്, നീ പൊരുത്തപ്പെടാത്തൊരു നോട്ടം, നീ പൊരുത്തപ്പെടാത്തൊരു കേൾവി, നീ പൊരുത്തപ്പെടാത്തൊരു പിടുത്തം, നടത്തം, ചിന്ത, കുടിക്കൽ, കഴിക്കൽ, വസ്ത്രധാരണ, വേഷവിധാനം ഉൾപ്പെടെ നീ പൊരുത്തപ്പെടാത്ത ഒരു ചലനങ്ങളും ഒരു ചിന്ത പോലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്നുറപ്പിക്കാൻ ഈ പരിശുദ്ധ ശഅബാനിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് പ്രചോദനമാകട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹറാമില്ലാതെ ജീവിക്കാൻ, മരിക്കുമ്പോ തങ്ങളെ കണ്ട് തബസ്സുമിൽ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. മറ്റെന്തിവിടെ കിട്ടിയിട്ടെന്ത് കാര്യം? ആര് നമ്മ പുകഴ്ത്തി പറഞ്ഞിട്ടെന്ത് നേട്ടം? ആര് ഇകഴ്ത്തി പറഞ്ഞാൽ എന്ത് നഷ്ടം? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, ഞാൻ താരീഖ് പറയല്ല, ടൈമില്ല, 40ഓളം കൊല്ലക്കാലം അൽ അമീൻ എന്ന പേരിൽ തങ്ങളതാ ശത്രുക്കൾ പോരും സൽപേര് വിളിച്ച ഹബീബിന് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമുർ-റഹീമായ റബ്ബിന്റെ ഓർഡർ വരുന്നു, നബിയേ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കോ. തങ്ങൾ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ അതുവരെ സ്നേഹിച്ചിരുന്ന് കൂടെ കൂടിയ സന്തോഷം പറഞ്ഞിരുന്ന ഹബീബായ അൽ അമീൻ ഒരു വിഷയത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ മറികടക്കുന്ന മറ്റു വാക്കുകളില്ല. അൽ അമീൻ ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് പറഞ്ഞാൽ ആ തീർപ്പിനെ മറികടക്കുന്ന മറ്റൊരു തീരുമാനമില്ല. ആ ഹബീബിനെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും പരത്തി, കുപ്രചരണങ്ങൾ നടത്തി, ആരോപണങ്ങൾ നടത്തി, തെറ്റിദ്ധാരണകൾ പരത്തി, പല പോസ്റ്ററുകളും മതിലുകളിൽ പതിയാൻ തുടങ്ങി. കള്ളപ്രവാചകരെന്ന് പറഞ്ഞു, നബിയല്ലെന്ന് പറഞ്ഞു, സിഹറുകാരനെന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് വേണ്ടാത്തരങ്ങൾ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. നമുക്കത് പറയാൻ വിഷമമുണ്ട്. സ്വന്തം കുടുംബക്കാരെതിരായി തങ്ങളെ വെള്ളം മുടക്കി, ഭക്ഷണം മുടക്കി, കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി, മാനസിക ശാരീരിക പീഡനങ്ങൾ നടത്തി, വല്ലാണ്ട് പ്രയാസം, പലതും വലിയ